നമസ്കാരം, എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് LDC സ്പെഷ്യൽ ക്ലാസ്സസിൽ വിപ്ലവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെ തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയ വിപ്ലവങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ജെയിംസ് ഓട്ടിസ് പറഞ്ഞ വാക്കുകളാണ്. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഇതെന്തിനാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ ഈ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. ഇനി ഒരു മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടൻ ഈ 13 കോളനികളിൽ നടപ്പിലാക്കിയ കച്ചവട വാണിജ്യ നയങ്ങളുടെ പേരാണ് ഈ മെർക്കൻറ്റലിസം എന്നത്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഈ ക്രിസ്റ്റഫർ കൊളംബസ് ഈ അമേരിക്കയിൽ കണ്ട തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. പിൽക്കാലത്ത് ഇവരാണ് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അടുത്തത് തീർത്ഥാടക പിതാക്കന്മാരാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരെയാണ് ഈ തീർത്ഥാടന പിതാക്കൾ എന്നറിയപ്പെടുന്നത്. ഇവർ സഞ്ചരിച്ച കപ്പലാണ് മെഫ്ലർ. ഈ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. ഇതിൻ്റെ ഭാഗമായി നടന്നൊരു കാര്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നത്. അതായത് 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യൻസ് വേഷം ധരിച്ച് ഒരു വിഭാഗം ജനങ്ങൾ ഈ ബോസ്റ്റൺ തുറമുഖത്തെത്തി. അവിടെ വെച്ച് ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇത് PSC ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നീട് ഇംഗ്ലീഷുകാരുടെ ചൂഷണത്തിനെതിരെ പോരാടാൻ അവിടെ ഉണ്ടായിരുന്ന ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനമായിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. അതും ജോൺ ലോക്ക് പറഞ്ഞത്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അടുത്തത് തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങിക്കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇനി 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജ് ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതിനെയാണ് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞത് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ഈ കോളനി ജനത ഈ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. എന്നിട്ട് രാജാവിനൊരു നിവേദനം നൽകുകയും ചെയ്തു. എന്നാൽ രാജാവ് ഇവരുടെ സമരത്തിനെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ഇതിൻ്റെ ഭാഗമായി കോളനിയും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധത്തിലേക്ക് വഴിവെച്ചു. 1775 ഫിലാഡൽഫിയയിൽ 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. ഈ സമ്മേളനത്തിൽ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ തലവനായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്നാണ് ജോർജ് വാഷിങ്ടണിനെ അറിയപ്പെടുന്നത്. ഈ സമയത്ത് തോമസ് പെയിൻ തൻ്റെ ലഘുലേഖയായ കോമൺ സെൻസിലൂടെ ഒരു കാര്യം പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. ഇതൊന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വർഷമാണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചരിത്ര പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4-നാണ്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ്. ഈ ഇംഗ്ലണ്ട് 13 കോളനികളുടെയും സ്വാതന്ത്ര്യം 1783 പാരീസ് ഉടമ്പടിയിലൂടെ പ്രഖ്യാപിച്ചു. ഈ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരാണ് ബ്രിട്ടനിലെ റിച്ചാർഡ് ഓസ്വാളും അമേരിക്കക്കാരായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോൺ ആഡംസ്, ജോൺ ഹെയ് എന്നിവർ. ഇതിനുശേഷം ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കി. അങ്ങനെ പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ പുതിയ പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. ഇത്രയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഫ്രഞ്ച് വിപ്ലവം. 17-18 നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്നവരുടെ ചില പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഞാനാണ് രാഷ്ട്രമെന്നാണ് ലൂയി 14 പ്രസ്താവിച്ചത്.
അടുത്തത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം. ഇനി മേരി ആൻറ്റോയിനറ്റ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ. ഇതൊന്ന് എല്ലാവരും ഓർത്തു വെക്കുക, ഇത് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ ഫ്രാൻസിൽ ഒരു ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഇനി ഫ്രഞ്ച് സമൂഹത്തെ നമുക്ക് നോക്കാം. ഫ്രഞ്ച് സമൂഹത്തിന് 3 തട്ടുകളാണ് ഉണ്ടായിരുന്നത്. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. ഈ 1ാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. 2ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ. 3ാമത്തെ എസ്റ്റേറ്റിലാണ് കച്ചവടക്കാരും എഴുത്തുകാരും അധ്യാപകരും കർഷകരെല്ലാവരും ഉണ്ടായിരുന്നത്. ഇനി ഈ 3ാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ നൽകിയിരുന്ന നികുതികളാണ് തിതയും തൈലയും. ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജവംശമാണ്. ബൂർബൻ രാജവംശത്തിലെ ഭരണാധികാരികളെ അറിയപ്പെടുന്നത് ലൂയി എന്നാണ്. 1789 ലൂയി 14 സ്റ്റേറ്റ്സ് ജനറൽ അസംബ്ലി വിളിച്ചുകൂട്ടി. ഫ്രഞ്ച് വിപ്ലവത്തിന് മുന്നോടിയായി നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നത്. ഇത് 1789 ജൂൺ 20 നടന്നത്. ഈ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ, അതായത് ഇവരെ കോമൺസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്, തങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ എടുത്തു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെടുന്ന ബാസ്റ്റൺ കോട്ട ഇവർ തകർത്തു. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭത്തിന് കാരണമായി. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ബുക്കിലാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത്. ഈ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇത് റൂസോയുടെ പുസ്തകമാണ്. ഇതിനുശേഷം 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അങ്ങനെ 1729 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇനി ഈ ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ചില ചിന്തകരുടെ ആശയങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. അത് നോക്കാം. ആദ്യം വോൾട്ടയറുടേത്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത റൂസോ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ്. ഇനി അടുത്ത മോണ്ടസ്ക്യൂ. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കാൻ വാദിച്ചു. അടുത്തത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1799 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു ഈ നെപ്പോളിയൻ കാഴ്ചവെച്ചത്. അദ്ദേഹം 1815 വാട്ടർലൂ യുദ്ധത്തിൽ അന്തരിച്ചു. വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ അറിയപ്പെടുന്നത്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ അറിയപ്പെടുന്നത്. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്തു. ഇതിനെ പാരീസ് കമ്മ്യൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോയിലൂടെ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.